പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാം വാക്യം, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ. ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ചിലരെ മാനിക്കപ്പെടും, ചിലർ ലജ്ജയിലേക്ക് വീണു പോകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം ഇവിടെ വെളിപ്പെടുത്തി പറയുന്നു, നിങ്ങൾ ലജ്ജിച്ചു പോകരുത്. അതുകൊണ്ട് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് നാം അവനിൽ വസിക്കണം. നാം കർത്താവിലാണോ വസിക്കുന്നത്, നാം ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് യോവേൽ പ്രവചനം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയരെ, നാം കർത്താവിലാണോ വസിക്കുന്നത്, കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ, നാം ലജ്ജിച്ചു പോകത്തില്ല. പാട്ടുകാരെ പറയുന്നത് പോലെ, യേശു എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും വീണു പോകത്തില്ല, ഒരു നാളും ലജ്ജിതനായി തീരത്തില്ല. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, കർത്താവിൽ വസിക്കുന്ന ദൈവ പൈതലേ, നാം അവനിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ നാം വളരെ ഫലം കായ്ക്കും. കർത്താവിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടും. കർത്താവിൻ്റെ നാമം നമ്മിലൂടെ ഉയർത്തപ്പെടും. നാം ലജ്ജിച്ചു പോകാതെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ഇന്ന് രാവിലെയും നമുക്ക് കർത്താവിൽ വസിക്കുന്നവരായിത്തീരാം. അവൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിക്കുവാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. ലജ്ജിക്കുവാൻ ഇടവരുത്താതെ നമ്മെ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. പലപ്പോഴും ജീവിതത്തിൽ ലജ്ജ കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളുണ്ട്. മനുഷ്യരെ നിന്ദിക്കുന്ന, നാണം കെടുത്തുന്ന പല ജീവിത സാഹചര്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് അതിജീവിക്കാൻ നാം ഒന്നാമതായി ചെയ്യേണ്ടത് നാം കർത്താവിൽ വസിക്കുക എന്നതത്രേ. 2, നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം കർത്താവിൻ്റെ കൃപയത്രേ. കൃപയുണ്ടോ, നാം ലജ്ജിച്ചു പോകത്തില്ല. നാം പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് നിൻ്റെ കൃപ വേണം. കൃപയുണ്ടോ, കർത്താവിൻ്റെ കൃപ ഹല്ലേലൂയ നമ്മിൽ പെരുകുമ്പോൾ നാം ലജ്ജിക്കാതെ ഹല്ലേലൂയ ദൈവം നമ്മെ മാനിക്കും. നിങ്ങൾക്കറിയാമല്ലോ, 123-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. നോക്ക്, ഒരു പ്രാർത്ഥനയാണ്, ദൈവമുമ്പാകെ വെക്കുന്ന ഒരു വിഷയമാണ്. കർത്താവേ, ഈ ലോകത്തിൽ മനുഷ്യർ നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. അവരുടെ നടുവിൽ ഞങ്ങളെ മാനിക്കാൻ നിൻ്റെ കൃപയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്, നീ ഞങ്ങളോട് കൃപയുണ്ടാകണം, കൃപയുണ്ടാകണം. ഇന്ന് രാവിലെ എത്ര പേര് എന്നോട് ചേർന്ന് പറയും, കർത്താവേ, നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് കൃപ വേണം, കർത്താവേ, കൃപ വേണം, കൃപയുടെ ഉടയവനെ കൃപ വേണം, കൃപ വേണം, കൃപ വേണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കൃപയുണ്ടോ, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഒന്നാമതായി കർത്താവിൽ വസിക്കുക. 2, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക. 3, കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും കർത്താവിൻ്റെ മുഖത്തേക്കാണോ നോക്കുന്നത്? നമ്മുടെ കണ്ണ് കർത്താവിൻ്റെ മുഖത്തേക്കെങ്കിൽ നാം ലജ്ജിച്ചു പോകാൻ, നാം തല താഴ്ത്താൻ നമ്മുടെ കർത്താവ് ഒരു നാളും അനുവദിക്കത്തില്ല. 123-ാം സങ്കീർത്തനത്തിലും ഇതേ വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നു. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരൻ ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവേ, ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കർത്താവായ യഹോവയെങ്കിലേക്ക് ഞങ്ങൾക്ക് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നോട്ടം കർത്താവിങ്കിലേക്കാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലം കർത്താവിങ്കിൽ നിന്ന് നോട്ടം മാറ്റരുത്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ എബ്രായ ലേഖന കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, അവനെ ശ്രദ്ധിച്ചു നോക്ക്. നമുക്ക് വേണ്ടി ക്രൂശിൽ യാതന അനുഭവിച്ച, കഷ്ടത അനുഭവിച്ച വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനേക്ക് നോക്ക്, യേശുവിനേക്ക് നോക്ക്. യേശുവിൽ നോക്കുന്ന ഒരുത്തനും
ലജ്ജിച്ചു പോകത്തില്ല. തല താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ലജ്ജ ചുമന്നവൻ, നിങ്ങളുടെ അപമാനത്തെ എടുത്തവൻ, നിങ്ങളുടെ യാതന ചുമന്നവൻ, നിങ്ങളുടെ പരാജയത്തെ എടുത്തവൻ ക്രൂശിൽ നിങ്ങൾക്ക് യാഗമായി തീർന്നവനാ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഹല്ലേലൂയ നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ കാണുന്നവൻ ഹല്ലേലൂയ മാറത്തു പൊൻകച്ച അണിഞ്ഞ കർത്താവിനെയാ. എനിക്ക് വേണ്ടി മരിച്ച് മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് ഇന്നും ജീവിക്കുന്നവൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിങ്ങൾ ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇതാ അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. നാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. 23-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ലജ്ജിക്കാതെ നമ്മെ നടത്തുന്ന, ലജ്ജിക്കുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം ചിന്തിച്ചതുപോലെ, ഒന്ന്, നമുക്ക് അവനിൽ വസിക്കാം. 2, നമുക്ക് അവൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. 3, നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കാം, അവനിൽ മാത്രം ആശ്രയിക്കാം. 4, നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ കർത്താവ് ലജ്ജിക്കുവാൻ സമ്മതിക്കാത്ത ദൈവമാണ്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. God bless you. Amen. Amen.